الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? വോയിസ് ക്ലിയർ അല്ലേ? സ്ക്രീന് കാണുന്നില്ലേ? പറയും, മെസ്സേജ് ചെയ്യും. കാശിഫ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗം മുസ്തഖ്ബിലായ ഫിഅലിനിക്ക് നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞു. മുസ്തഖ്ബിലായ ഫിഅലിനിക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരത്തെക്കുറിച്ചും പറഞ്ഞു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻ ഇസ്മുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇവയും മുസ്തഖ്ബിലായ ഫിഅലിനിക്ക് ജസ്മ് ചെയ്യും. അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് പോകാം. നമ്മൾ ചില അവാമിൽ പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ്. ആ ഭാഗവുമായി ടച്ച് വരുന്ന ഏരിയയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചില പദങ്ങൾ, ചില പ്രയോഗങ്ങളെ കുറിച്ചാണ്. ഷർത്തിൻ്റെ സ്ഥാനത്ത് മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ ഷർത്തുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇൻ, അയ്യിൻ, അയ്യുൻ, മൻ, മാ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻ, അയ്യുൻ, ഇതൊക്കെ ഷർത്തിൻ്റെ പദങ്ങളാണ്. അതുപോലെ ഐന, മത്ത, അയ്യാന, ഹൈസുമ, വ ഹൈസു, ഹൈസുമ, വ അന്ന, വ ഇസുമ, വ ഇദാമ. ഇവകളൊക്കെ ഷർത്തുകളാണ്, കണ്ടീഷനുകളാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഈഫ് ക്ലോസ്, അതുപോലെ വെദർ, വെൻ, ആൾദോ, ദോ എന്നൊക്കെ പറയുമല്ലോ ഇംഗ്ലീഷിൽ. അതേപോലത്തെ അപ്പോൾ രണ്ട് ക്ലോസുകൾ ഉണ്ടാവും ഇവിടെ. ഒരു കണ്ടീഷൻ ക്ലോസും ഉണ്ടാവും, അതിന് ജവാബായിട്ട് വരുന്ന ഒന്നുണ്ടാവും. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും, നന്നായി പഠിച്ചാൽ പരീക്ഷയിൽ വിജയിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. കണക്ഷൻ ഒന്ന് പോയി വന്നു അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? മെസ്സേജ് ഇങ്ങനെ ഇവർ മെസ്സേജ് അയക്കുന്ന പോലെ ലൈക്ക് അടിച്ചാൽ മതി. നിങ്ങൾ സംസാരിക്കണം എന്നില്ല. ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് അടിക്കുക. അതാണ് നിങ്ങൾ ഇവിടെ ലൈവായിട്ടുണ്ട് എന്നതിനെ നമ്മൾ മനസ്സിലാക്കുന്ന അടയാളം. ഓക്കെ. അപ്പോൾ ഷർത്ത്, ജസാ. ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ, ജസാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജവാബ്, അതിൻ്റെ ജവാബായിട്ട് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു ഷർത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻ തുക്കിരിംനി ഉക്കിരിംക. ഇൻ തുക്കിരിംനി, നീ എന്നെ ബഹുമാനിച്ചാൽ, ഉക്കിരിംക, ഞാൻ നിന്നെയും ബഹുമാനിക്കും. അപ്പോൾ ഇൻ തുക്കിരിംനി എന്നത് ഷർത്താണ്, ഷർത്തിയായ ജുംലയാണ്. അതിലെ ഷർത്തിൻ്റെ പദം ഇൻ എന്നതാണ്. അതിൻ്റെ ജവാബ് ഉക്കിരിംക, ഉക്കിരിംക എന്നതാണ്. ജസാ, ജവാബ് എന്നൊക്കെ പറയും. നീ എന്നെ ബഹുമാനിച്ചാൽ ഞാൻ നിന്നെ ബഹുമാനിക്കും. അപ്പോൾ ഇൻ തുക്കിരിംനി എന്ന് പറഞ്ഞാൽ ആ ഷർത്തിനിക്ക് ഒരു
ജവാബ് വന്നു. ഇതേപോലെ ഇവിടെ ഷർത്തിൻ്റെ പദങ്ങളാണ്. ഈ ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അവിടെ ഷർത്തായിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്നുണ്ടാവില്ല, അയ്യുൻ, മൻ, മാ, മഹ്മ, അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ പ്രയോഗം വന്നു കഴിഞ്ഞാൽ ഒരു ഷർത്തിൻ്റെ സ്ഥാനത്തായിരിക്കും, ഒരു കണ്ടീഷൻ്റെ സ്ഥാനത്തായിരിക്കും അതുണ്ടാവുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളിവിടെ നോക്കണേ. സുർനി അസുർക്ക. ശ്രദ്ധിക്കണേ. സുർനി, നീ എന്നെ സന്ദർശിക്ക്, നീ എന്നെ സന്ദർശിക്ക്. അത് ഒരു അംറ് ഫിയലാണ്. സാറ യസൂറുവിൻ്റെ അംറാണ് സുർ. നീ സന്ദർശിക്ക്, നീ എന്നെ സന്ദർശിക്ക്. അപ്പൊ അവിടെ അത് ഒരു ഷർത്തിന്റെ സ്ഥാനത്താണ്. നീ എന്നെ സന്ദർശിച്ചാൽ എന്ന ഒരു ഷർത്തിന്റെ സ്ഥാനത്താണ് സുർനി എന്ന പദം. അസുർക്ക, ഞാൻ നിന്നെ സന്ദർശിക്കും. അപ്പൊ ഇവിടെ നോക്ക് നിങ്ങൾ, അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ടോ? സുർനി എന്നുള്ളതിന്റെ അർത്ഥം ഇൻ തസുർനി അസുർക്ക എന്നാണ്. കണ്ടോ? അപ്പൊ ഷർത്തിന്റെ സ്ഥാനത്തായി. ഇൻ തസുർനി എന്നതിന്റെ സ്ഥാനത്താണ് സുർനി എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവയും ആ മുസ്തഖ്ബിലായ ഫീലിനിക്ക് ജസ്മ് ചെയ്യും. മുസ്തഖ്ബിലായ ഫീലിനിക്ക് ജസ്മ് ചെയ്യും. അവിടെ അസുർ, ഇവിടെ അസുർ എന്നുള്ളത് ജസ്മാണ്. സാറ യസൂറു, യസൂറു, യസൂറാനി, യസൂറൂന, തസൂറു, അങ്ങനെ സർഫായി വരുന്ന സ്ഥലത്ത് അസുർ ജസ്മ് ചെയ്യുന്ന അക്ഷരം, ജസ്മ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവിടെ എന്ത് ചെയ്തു? അസുർ ക എന്ന് ജസ്മ് ചെയ്തു പറഞ്ഞു. ക മഫ്ഊലാണ്, അസുർ എന്നുള്ളത് മുദാരിഅ ഫീലാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? പറയും. ക്ലിയർ ആയോ? എവിടെ? 1 ഫൈസ, യുമാന 2 3. ഫൈസ എവിടെ? ഓക്കെ, യെസ്. ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഒന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ ഉണ്ടാവുമല്ലോ. നമ്മൾ മലയാളത്തിലും അങ്ങനെ പറയും. മര്യാദക്ക് ഭക്ഷണം കഴിച്ചോ, മര്യാദക്ക് ഭക്ഷണം കഴിച്ചോ, മിഠായി തരാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നല്ല നിലക്ക് ഭക്ഷണം കഴിച്ചാൽ മിഠായി തരും എന്നുള്ളതാണ്. ചില പേടിപ്പിക്കലുകൾ, ചില വിരോധിക്കലുകൾ, ചോദ്യം ചോദിക്കലുകൾ, അങ്ങനെയൊക്കെ ഈ ഷർത്തിന്റെ സ്ഥാനത്ത് നിൽക്കും. ഇനി അടുത്തൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ലാ തളിരിബിനി, ലാ തളിരിബിനി, നീ എന്നെ അടിക്കരുത്, നീ എന്നെ അടിക്കരുത്. അതിന്റെ ജവാബ് കണ്ടങ്ങള്. അപ്പൊ നീ അടിച്ചാലോ? നീ എന്നെ അടിച്ചാൽ എന്താ? നീ എന്നെ അടിക്കരുത്. അടിച്ചാൽ ഇത് ഫ വന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? നെസ്ബ് ചെയ്ത് കേട്ടോ. നമ്മളവിടെ നെസ്ബിന്റെ അവിടെ പറഞ്ഞിരുന്നു ജവാബാത്തു സബഇ എന്ന് പറഞ്ഞിട്ട് 7 ജവാബുകൾ. ആ ജവാബാണിത്. ലാ തദ്രിബിനി, നീ എന്നെ അടിക്കരുത്. നീ എന്നെ അടിച്ചാൽ ഞാൻ നിന്നെ അടിക്കും. നീ എന്നെ അടിക്കരുത്, അടി കിട്ടൂട്ടോ എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ പറയല്ലോ, അവനെ തൊട്ടു പോരുത്, അടിക്കും ഞാൻ പറയും. അതിൻ്റെ അർത്ഥം എന്താ? തൊട്ടാൽ അടിക്കുന്നതാണ്. അതേപോലെ ലാ തദ്രിബിനി എന്ന നെഹിയ് അവിടെ ഒരു ഷർത്തിന്റെ സ്ഥാനത്താണ്. ഏത്? ഇൻ തദ്രിബിനി അൽരിബ്ക എന്നതിന്റെ സ്ഥാനത്തായിരിക്കും. അപ്പൊ അത് നെഹിയാട്ടോ, വിരോധനയാണ്. ലാ തദ്രിബിനി നെഹിയാണല്ലോ. യദ്രിബു, യദ്രിബാനി, യദ്രിബൂന. ഇപ്പുറത്ത് നിങ്ങൾ ഇസ്തിഫാം, ചോദ്യം ആണോ. ഹൽ ഇൻദക മാഉൻ, നിന്റെ അടുത്ത് വെള്ളം ഉണ്ടോ? ഫഅശ്റബഹു, നിന്റെ അടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കും ആണോ. അപ്പൊ അതിലെ നിന്റെ അടുത്ത് വെള്ളമുണ്ടോ? ഹൽ ഇൻദക മാഉൻ, നിന്റെ കയ്യിൽ വെള്ളമുണ്ടോ എന്ന ഒരു ചോദ്യമാണ് വന്നത്. അതിന്റെ അർത്ഥം എന്താ? അത് എന്തിന്റെ സ്ഥാനത്താണ്? നിന്റെ അടുക്കൽ വെള്ളമുണ്ടായാൽ ഞാൻ വെള്ളം കുടിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇസ്തിഫാം. അവിടെ നോക്കി. ഇനി ദുആ, പ്രാർത്ഥന. പ്രാർത്ഥന. അല്ലാഹുവേ ഉർസുഖ്നി വായിക്കുമ്പോൾ അല്ലാഹുമ്മ ർസുഖ്നി എന്ന് വായിക്കും. അല്ലാഹുമ്മ സിംഗിളായിട്ട് വായിക്കുന്ന സമയത്ത് ഉർസുഖ്നി, നീ എനിക്ക് നൽക്, ഖൈറൻ, ഒരുപാട് നന്മ നൽകുക അല്ലാഹ്.
എന്നാണ്. നന്മ നൽകിയാൽ കണ്ടോ, നൽക് ഒരു പ്രാർത്ഥനയാണ്. ചെറിയ ആൾ വലിയ ആളോട് പറയുമ്പോഴാണ് ദുആ എന്ന് പറയാം. അപ്പോൾ നീ എനിക്ക് ഒരുപാട് ഹൈറിനെ കൊണ്ട, ഹൈർ നൽകിയാൽ ഫഅഷ്കുറ ലക, ഞാൻ നിനക്ക് നന്ദി ചെയ്യും. ആ ഫ ജവാബിൽ വന്നതുകൊണ്ടാണ് നെസ്ബ് കിട്ടിയത്, അന്യു മറിഞ്ഞ് നെസ്ബ് കിട്ടിയത്. അതില്ലെങ്കിൽ ഫ അല്ലെങ്കിൽ അഷ്കുർ ലക്ക എന്ന് പറയാം. അഷ്കുർ ലക്ക ജസ്മി ചെയ്തിട്ടാ പറയാം. ക്ലിയർ ആണോ? ഉദാഹരണം മനസ്സിലായോ? ക്ലിയർ ആയോ? എവിടെ കാശിഫ? പൈസ ഒന്നുകൂടി പറയാം. യെസ്, ഇവിടെ കണ്ടോ, അല്ലാഹുമ്മർസുഖ്നി ഖൈറൻ, എനിക്ക് ഖൈർ കൊണ്ട അല്ലാഹുവേ. അത് ദുആയാണ്. അല്ലാഹുവേ നീ എനിക്ക് കൊണ്ട, ഖൈറിനെ കൊണ്ട. അപ്പോൾ അത് ഷർത്തിന്റെ സ്ഥാനത്താണത്. ഏതാ ഷർത്ത്? പടച്ചോനെ നീ എനിക്ക് നന്മ നൽകിയാൽ ഞാൻ നിനക്ക് നന്ദി ചെയ്യും, ഞാൻ നിനക്ക് എന്ത് ചെയ്യും. അപ്പൊ ഇത് ഒരു ഷർത്തിന്റെ സ്ഥാനത്താണ് ഈ ദുആ. ഈ അല്ലാഹുമ്മർസുഖ്നി ഖൈറൻ എന്ന ദുആ ഷർത്തിന്റെ സ്ഥാനത്ത് ആണ്. എന്താ ഈ കണക്ഷൻ ഇങ്ങനെ പോകുന്നു? ഓക്കെ അല്ലേ ഫൈസ? എവിടെ? ഓക്കെ അല്ലേ ഫൈസ? ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? കാശിഫ കേൾക്കുന്നില്ലേ? ഹലോ, എന്താ കേട്ടിരുന്നില്ല? ഞാൻ കുറെ നേരമല്ലോ ചോദിക്കുന്നു, കേൾക്കുന്നില്ല. ഞാൻ ലെഫ്റ്റായി പോയപ്പോ അടുത്തത് ജഹദ്. എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. ഉദാഹരണം നോക്കി, മാ അൻത ബിആലിമിൻ, നീ പണ്ഡിതനൊന്നും അല്ല. നിഷേധിക്കണം. നീ പണ്ഡിതനൊന്നും അല്ല, നീ ഉസ്താദൊന്നും അല്ല. ഉസ്താദാണെങ്കിൽ ഫനതഅല്ലമ മിൻക, ഞങ്ങൾ നിന്റെ അടുത്ത് നിന്ന് പഠിക്കും. അപ്പോൾ ആ നിഷേധവും ഒരു ഷർത്തിന്റെ സ്ഥാനത്താണ്. മാ അൻത ബിആലിമിൻ, നീ പണ്ഡിതനൊന്നും അല്ല, അത് നിഷേധിക്കണം. പണ്ഡിതനാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിന്റെ അടുക്കുന്ന അറിവ് പഠിക്കും, മുതഅല്ലിമാകും ഞങ്ങൾ. അപ്പൊ അതും ഷർത്തിന്റെ സ്ഥാനത്താണ്. ഓക്കെ അല്ലേ? നമുക്കൊന്നുകൂടി പറയട്ടോ, ഞാനിത് എനിക്കിത് മനസ്സിലാവാൻ വേണ്ടി ആദ്യം ഒരു ഉദാഹരണം പറയാം. വഫി തമന്നി, ആഗ്രഹം പ്രകടിപ്പിക്കുക, ആശ പ്രകടിപ്പിക്കുക. ഉദാഹരണം ഏതാ? തമന്നിയുടെ ഉദാഹരണം നോക്ക് നിങ്ങൾ. ലൈതക ഇൻദന, നീ ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നീ ഞങ്ങളുടെ അടുക്കൽ ആണെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങളുടെ അടുക്കൽ ആണെങ്കിൽ ഫനഫ്റഹ ബിക, ഞങ്ങൾ നിന്നെ കൊണ്ട് സന്തോഷിക്കും. നീ ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങളുടെ അടുക്കലാണെങ്കിൽ ഞങ്ങൾ സന്തോഷിക്കും ഉണ്ടായാൽ. അപ്പോൾ ഒരാഗ്രഹമാണത്, അതൊരു ആഗ്രഹം പ്രകടിപ്പിക്കലാണ്. ക്ലിയർ അല്ലേ?
ഓക്കെ അല്ലേ? അതും ഷർത്തിന്റെ സ്ഥാനത്താണ്. ഇനി എത്രണ്ണായി? 5 അല്ലേ? ഇനി 6ാമത്തത് ഒഫിൽ അറുളി. അറുളില് അറുള് എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തോടുകൂടെ ആവശ്യപ്പെടുക, സ്നേഹത്തോടുകൂടെ ഒരു മയത്തോടുകൂടെ ആവശ്യപ്പെടുക. അലാ തൻസിൽ ബിന, ഞങ്ങളുടെ അടുക്കൽ ഇറങ്ങിക്കൂടെ, നിങ്ങളൊന്ന് ഇറങ്ങിയാൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് താമസിച്ചൂടെ, അങ്ങനെ ഇറങ്ങിയാൽ ഞങ്ങളുടെ അടുക്കൽ താമസിച്ചാൽ ഫനുക്കരിമക്ക, ഞങ്ങൾ നിന്നെ ബഹുമാനിക്കും, നിനക്ക് ആദരവ് നൽകും. അപ്പോൾ ഒരു മയത്തോടുകൂടെ ആവശ്യപ്പെടുന്നതിനാണ് അറുള് എന്ന് പറയുന്നത്. ഇനിയോ തഹ്ലീദ്, അടുത്തത് തഹ്ലീദ്, ഗൗരവത്തോടുകൂടെ നിർബന്ധിപ്പിക്കുക, പ്രേരിപ്പിക്കുക. അല്ലാത്തവർക്കും നിൽക്കൂടെ, നിന്നൂടെ, നിനക്ക് നിന്നൂടെ, നിന്നാൽ ഫാക്കൂമ, ഞാനും നിൽക്കും. നീ നിന്നൂടെ, നിനക്ക് അത് നിൽക്കാൻ വേണ്ടിയിട്ട് പേടിപ്പിച്ച് നിർത്തുകയാണ്. അപ്പൊ നിന്നാൽ, അങ്ങനെ നീ നിന്നാൽ ഫാക്കൂമ, ഞങ്ങൾ നിൽക്കും. അപ്പൊ ഇവിടെയൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ പ്രയോഗങ്ങൾ, ഇപ്പോൾ അംറാവട്ടെ, ഈ അംറാവട്ടെ, നഹിയാവട്ടെ, ഇസ്തിഫാം ആവട്ടെ, ദുആ ആവട്ടെ, ജഹദാവട്ടെ, തമന്നി ആവട്ടെ, അറുളാവട്ടെ, തഹ്ലീലാവട്ടെ, ഈ പറഞ്ഞതൊക്കെ ഷർത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പദങ്ങളാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി പറയണോ? യെസ് യെസ് യെസ്. എന്നാ ഫായിസ വായിക്ക്. ഫായിസ ഷർത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ് ബാബു. ഇതൊരു അധ്യായമാണ്. അപ്പൊ ഇത് അവിടെ കളയപ്പെട്ടിട്ടുണ്ടാവും. ഇത് ഒരു അധ്യായമാണ്. ചില പദങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. എങ്ങനെയുള്ള ചില പദങ്ങളാണ്? യഖൂമു, ആ ചില പദങ്ങൾ നിൽക്കും. മഖാമ ഷർത്തി, ഷർത്തിന്റെ സ്ഥാനത്ത് നിൽക്കും. ഷർത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചില പദങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഹെഡിങ് ഓക്കെ അല്ലേ? വായിച്ചോ. വഹിയ, അത്, ഈ വസ്തുക്കൾ പറഞ്ഞോ. തജ്സീമു, മനസ്സിലായി. നിക്കട്ടെ. തജ്സിമു, ജസ്മ് ചെയ്യുന്ന, ഈ ഫീലുകൾ, ഈ വസ്തുക്കൾ എല്ലാം തജ്സിമു, ജസ്മ് ചെയ്യും. എന്തിനിക്ക് ജസ്മ് ചെയ്യും? അൽ ഫിഅൽ അൽ മുസ്തഖ്ബില, മുസ്തഖ്ബിലായ ഫിഅലിനിക്ക് ജസ്മ് ചെയ്യും. ബാക്കി ഷർത്തിന്റെ മായനയുണ്ട്. അതാണ് കാരണം. ഷർത്തിന്റെ മായന ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഷർത്തിന്റെ സ്ഥാനത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഷർത്തിന്റെ മായന ഉണ്ടാകുക. ഷർത്തിന്റെ സ്ഥാനത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഷർത്തിന്റെ മായന ഉണ്ടാകുക. അപ്പൊ ഈ പറയപ്പെട്ട അംറ്, നഹി, ഇസ്തിഫാം, ദുആ, ജഹദ്, തമന്നി, അറുള്, തഹദീദ് 8 പറഞ്ഞു. ഈ 8 മുസ്തഖ്ബിലായ ഫിഅലിനിക്ക് ജസ്മ് ചെയ്യും. കാരണം
എന്താണ് ഇവകൾ മുസ്തഖ്ബിലായ ഫീലിന് ജസ്മ് ചെയ്യാനുള്ള കാരണം? അതിൽ ഷർത്തിന്റെ മഅനയുണ്ട്. ബാക്കി സുർനി എന്താർത്ഥം? നീ എന്നെ സന്ദർശിക്ക്. അസുർക്ക എന്നാൽ ഞാൻ നിന്നെ സന്ദർശിക്കും. വമഅന സുർനി, സുർനി എന്നതിന്റെ മഅന അംറുവായിട്ട് വന്ന സുർനി എന്നതിന്റെ മഅന ഇൻ തസുർനി എന്നാണ്. ഇൻ തസുർനി അസുർക്ക. ല്ലേ? കാശിഫ് വായിക്ക് ബാക്കി. അപ്പൊ ഇതിന്റെ ജവാബും ഈ ഷർത്തിന്റെ ജവാബും, ഇങ്ങനെ ഷർത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പദങ്ങളുടെ ജവാബും, അതാണ് ഐലൻ എന്ന് പറഞ്ഞാൽ. അതും എന്നർത്ഥം. ഇതിന്റെ ജവാബ് ഐലൻ, അതും. അപ്പോൾ ഷർത്തായിട്ട് വരുന്ന മുസ്തഖ്ബിലായ ഫീലും അതിന്റെ ജവാബ്, ഇതിന്റെ ജവാബും ഷർത്തിന്റെ ജവാബും ഒക്കെ ജസ്മു വെക്കപ്പെട്ടതാണ്. നേരത്തെ പറയപ്പെട്ട അയ്യുൻ, അയ്യാന, ഇൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പദത്തിന്റെ ഷർത്തിന്റെ ജവാബും ഇവകളുടെ ജവാബും ജസ്മു വെക്കപ്പെട്ടതാണ്. ഇൻ കാന ബിഗൈരി ഫാഇൻ, ആ ജവാബ് ഫാഓട് കൂടെ അല്ലെങ്കിൽ, ഫാഓട് കൂടെ അല്ലെങ്കിൽ. ബാക്കി നീ പ്രവേശിപ്പിച്ചാൽ ഫീഹി അതിൽ, ഏതില്? ഈ ജവാബിൽ ഫാഇനെ മഫൂല്, അദ്ഖൽതന്റെ മഫൂൽ, ഫായിനെ പ്രവേശിപ്പിച്ചാൽ നസബ്തഹു, നീ അതിന് നസ്ബ് ചെയ്യും. ഇതും ഷർത്താണ്. ഇൻ അദ്ഖൽത ഫീഹി അൽഫാ നസബ്തഹു, നീ അതിനിക്ക്, ആ ജവാബിനിക്ക് നസ്ബ് ചെയ്യും. അതിനെന്താ കാരണം? വായിച്ചോ. ഈ അന്ന, കാരണം മറക്കപ്പെട്ടതായ അന്നതിലുണ്ട്, മറക്കപ്പെട്ടതായ അൻ എന്നത് അതിലുണ്ട്. അപ്പൊ അന്ന നസ്ബീന് നമ്മൾ അൻലൻ കൈ ഇതൻ നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് നസ്ബ് ചെയ്യുന്ന ആമില്. അപ്പോൾ ആ അൻ അവിടെ മറക്കപ്പെട്ടതായ നിലക്ക് നമ്മൾ കാണണമെന്നില്ല, ഡയറക്റ്റായിട്ട് അവിടെ കാണണമെന്നില്ല, മറക്കപ്പെട്ടതായ രൂപത്തിൽ അന്നുണ്ട്. തഖൂലു നീ പറയും, ഫിൽ അംരി അംറിൽ പറയും, സുർനി ഫ അസൂറക വതഖ്ദീറു ഫ അൻ അസൂറക, സങ്കല്പന എന്താണ് അവിടെ? ഫ അൻ അസൂറക എന്നാണ്. വേറല്ലേ? ഫ അൻ അസൂറക. യെസ്, ഓക്കെ. ഇനി അതിന് ഖുർആനിൽ നിന്ന്, ഈ കിതാബിൻ്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ മുമ്പ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ നിന്നും ഇതിനുള്ള തെളിവുകൾ എന്ത് ചെയ്യും? പറയും. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വഖുൽ ഇഅ്മലൂ, വഖുൽ നബിയെ നിങ്ങൾ പറയണം, ഇഅ്മലൂ, മുഅ്മിനീങ്ങളോട് പറയണം എന്നാണ്. ഇഅ്മലൂ, നിങ്ങൾ അമലുകൾ ചെയ്യൂ. ഫസയറല്ലാഹു അമലക്കും, അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും. അമൽ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും. അറിയും. റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും അറിയും. അള്ളാഹുവും അറിയും, അള്ളാഹുവിൻ്റെ റസൂലും അതിനെക്കുറിച്ച് അറിയും. അള്ളാഹ് അറിഞ്ഞാൽ അതിന് കൂലി തരും. റസൂൽ അറിഞ്ഞാൽ അതിന് നമ്മളെ കുറിച്ച് നല്ല മതിപ്പുണ്ടാവും. അതിനർത്ഥം. അപ്പൊ ഇഅ്മലു എന്നുള്ളത് അമ്രാണ്. ഇഅ്മൽ, ഇഅ്മല, ഇഅ്മലു. ആ അമ്ര് ഇൻ തഅ്മലു എന്നതിന്റെ സ്ഥാനത്താണ്. ഓക്കെ ഓക്കെ ഇഅ്മലു എന്നുള്ളതേ ഇൻ തഅ്മലു എന്നുള്ളതിന്റെ സ്ഥാനത്താണ്. നിങ്ങൾ അമൽ ചെയ്താൽ. പിന്നെ ഫ വന്നതുകൊണ്ട് നസ്ബ് വന്നതാണ്. ഫസയറ, ഫസയറ. ജുമാന വായിക്ക് ലാസ്റ്റ്, അടുത്തത്. ഇവിടെ കേട്ടോ, ഒരു മിനിറ്റ്, ഇവിടെ കണ്ടോ? തഖൂലു നീ പറയും, ഫിൽ അംരി അംറിൽ നീ പറയും. ഇവിടെ കാണാത്തത്. ഫിൻ നഹി നഹിയിൽ നീ പറയും.
അപ്പോൾ വഫിൻ നഹി എന്ന് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത് ഈ വാവ അത്ഫിൻ്റെ അക്ഷരാണ്. അപ്പോൾ അത് ഇവിടേക്ക് പോകും. ഫിൽ അംരി തഖൂലു ഫിൽ അംരി വ തഖൂലു ഫിൻ നഹി, നഹിയിൽ നീ പറയും ഫഅദ്രിബക ലാ തദ്രിബനി ഫഅദ്രിബക അല്ലേ. അവിടെ എന്ത് ലാ തദ്രിബനി നീ എന്നെ അടിക്കരുത്, അടിച്ചാൽ ഫഅദ്രിബക ഞാൻ നിന്നെയും അടിക്കും, ഞാൻ നിന്നെയും. ബാക്കി വായിക്കേ. ഖാലല്ലാഹു തആല അല്ലേ, വലാ തത്ഗൗ ഫീഹി, കണ്ടോ അത് നഹിയാണ്. വലാ തത്ഗൗ, നൂന് പോയി, നൂനിനെ കളയിലുണ്ട ജസ്മാണ്. വലാ തത്ഗൗ ഫീഹി ഫയഹില്ല, ഫ വന്നപ്പോൾ യഹില്ല അലൈക്കും ഗളബി, ഭൂമിയിൽ നിങ്ങൾ അക്രമം കാണിക്കരുത്, അങ്ങനെ കാണിച്ചാൽ ഫയഹില്ല അലൈക്കും ഗളബി, എൻ്റെ ദേഷ്യം നിങ്ങളുടെ മേൽ ഇറങ്ങും, എൻ്റെ ദേഷ്യം നിങ്ങളുടെ മേൽ ഇറങ്ങും. അപ്പോൾ അവിടെ ഫയഹില്ല, ഇൻ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗളബി. വഫിൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിൽ ഹൽ ഇൻദക മാഉൻ ഫഅശ്റബഹു, ഹൽ ചോദ്യമാണ്, ഹൽ ഇൻദക മാഉൻ ഫഅശ്റബഹു. ഖാല അല്ലാഹു തആല ഖുൽ ഹൽ ഇൻദകും മിൻ ഇൽമിൻ, ഹൽ ഇൻദകും മിൻ ഇൽമിൻ, നിങ്ങളുടെ അടുക്കൽ അറിവുണ്ടോ, അറിവുണ്ടെങ്കിൽ ഫതുഖ്രിജൂഹു ലനാ, ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാ. തുഖ്രിജു നസ്ബാണ്, നസ്ബ് അവിടെ നൂനിനെ കളയിലുകൊണ്ടാണ്. അഖ്റജ യുഖ്രിജു, യുഖ്രിജു യുഖ്രിജാനി യുഖ്രിജൂന, അങ്ങനെ തുഖ്രിജു തുഖ്രിജാനി യുഖ്രിജ്ന, തുഖ്രിജു തുഖ്രിജാനി തുഖ്രിജൂന എന്നുണ്ടോ. അവിടെ നസ്ബ് വന്നതുകൊണ്ട് നൂനിനെ കളഞ്ഞു. ക്ലിയർ അല്ലേ? എവിടെ വഫി ദുആഇ, ദുആഇൽ നീ പറയും, വഫി ദുആഇ, ദുആഇൽ നീ പറയും അല്ലാഹുമ്മർസുഖ്നി ഖൈറൻ ഫഅശ്കുറ ലക എന്ന് പറഞ്ഞു. അല്ലാഹു തആല വസ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനു, ജവാബ് ഫലാ യുഅ്മിനു ഹത്താ യറവുൽ അദാബ അൽ അലീം. അപ്പോൾ അവിടെ ഫലാ യുഅ്മിനു എന്നുള്ള ജവാബ്. വസ്തുത അമ്രാണ്, ശബ്ദ യശുദ്ധൂൻ്റെ അമ്രാണ്. ശുദ്ധ എന്നും പറയാം, ഉസ്ദുദ് എന്നും പറയാം, ഇതാം അഴിച്ചും പറയാം. നമ്മൾ ഗഞ്ചാന ഓതുന്ന സമയത്ത് അത് പറയും. വഫിൽ ജഹ്ദി, ജഹ്ദിൽ നീ പറയും മാ അൻത ബിആലിമി, നീ ആലിമൊന്നുമല്ല, നീ എന്തല്ല, ആലിമൊന്നുമല്ല. ഫനതഅല്ലമ ആണോ നസ്ബീദു, ഫനതഅല്ലമ, തഅല്ലമ യതഅല്ലമു, യതഅല്ലമു യതഅല്ലമാനി യതഅല്ലമൂന, അങ്ങനെ പോയിട്ട് ഇങ്ങനെ അതഅല്ലമൂന തഅല്ലമു എന്ന് വരും. അന്ന് മറിഞ്ഞ് നസ്ബീദു ഫനതഅല്ലമ മിൻക. ഖാല അല്ലാഹു തആല വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈഇൻ ഫതത്റുദഹും, ഫതത്റുദ അവിടെ നമ്മളെ ജവാബ് ഫതത്റുദഹും. വഫി തമന്നി, തമന്നിയിൽ നീ പറയും, തമന്നിയിൽ നീ പറയും ലൈതക ഇൻദനാ ഫനഫറഹ ബിക. ഖാല അല്ലാഹു തആല യാ ലൈതനി കുൻതു മഅഹും, ഞാൻ അവരുടെ കൂടെയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഫഅഫൂസ, ഫഅഫൂസ, ഞാൻ അവരുടെ കൂടെ ആയിരുന്നെങ്കിൽ ഞാൻ വലിയ വിജയം എനിക്ക് കിട്ടുമായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നിത യെസ്. പിന്നെ വഫിൽ അർളി, അർളിൽ പറയും. അർളും തഹ്ലീലും രണ്ടും പ്രേരിപ്പിക്കലാണ്. അർള് എന്ന് പറഞ്ഞാൽ ഒരു മയത്തോടുകൂടെ പ്രേരിപ്പിക്കുക.
തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടു കൂടെ പ്രേരിപ്പിക്കുക, ഗൗരവത്തോടെ. അപ്പോൾ നമുക്ക് അലാ തൻസിൽ ബിനാ ഫനുക്രിമക ഫി തഹ്ലീലി ഹല്ലാ തഖൂമു ഫഅഖൂമ. അല്ലാഹു തആല പറഞ്ഞു, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്പസമയം കൂടി ഞങ്ങൾക്ക് പിന്തിച്ചു തന്നൂടാനോ? അങ്ങനെയാണെങ്കിൽ ഫഅസ്വദ്ദഖ, ഫഅസ്വദ്ദഖ അവിടെ നസ്ബീദ് തന്നെ പറഞ്ഞ നസ്ബീദ്, വഅകും മിനസ് സാലിഹീൻ. ഫഇദാ സഖതത്തിൽ ഫാഉ, ഫഇദാ അപ്പോൾ ഇദാ സഖതത്തിൽ ഫാഉ, ഫാ നഷ്ടപ്പെട്ടാൽ, ഫാ വീണു പോയാൽ, മിൻ ഹാദിഹിൽ ജവാബാത്ത് ഈ ജവാബുകളിൽ നിന്നും ഫാ വീണു പോയാൽ, ഇല്ലാതെയായാൽ, കാനത്ത് ആ ജവാബാകും ജസ്മൻ ജസ്മ വെക്കപ്പെട്ടതാകും. അപ്പോൾ ഫാ ഉണ്ടായതുകൊണ്ടാണ് നസ്ബ് വെക്കപ്പെട്ടത്, ഫാ ഇല്ലെങ്കിൽ ജസ്മൻ ജസ്മ വെക്കപ്പെട്ടതാകും. യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ 8 ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പദങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചുരുക്കം: ജസ്മിൻ്റെ ഹർഫുകൾ ലം, ലമ്മ, അലം, അലമ്മ, അല്ലാമു ഫിൽ അംറി, ലാ ഫിൻ നഹി, ഇൻ. അസ്മാഉൽ ജസ്മി അയ്യുൻ, ഇത് നമ്മൾ മുമ്പ് പറഞ്ഞേ, അയ്യുൻ, മൻ, മാ, മഹ്മ. ഇവിടെ ജസ്മിൻ്റെ ലർഫുകൾ ഐന, മത, അയ്യാന, ഹൈതു, ഹൈതുമ, അന്ന, ഇദ്മ, ഇദാമ. ഇനി ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് അമ്ര. ഉദാഹരണം ഫാ ഇല്ലാതെ ഉള്ള ഉദാഹരണമാണ് ഇവിടെ, ഫാഓട് കൂടെയുള്ള ഉദാഹരണമാണ് ഇവിടെ. അമ്ര നഹ്വു സുർനി അസുർക, നഹ്വു സുർനി ഫഅസുറക. നഹിയ് ലാ തദ്രിബ്നി അദ്രിബ്ക, കണ്ടോ, ലാ തദ്രിബ്നി ഫഅദ്രിബക. ഇസ്തിഫാം ഹൽ ഇൻദക മാഉൻ അശ്റബ്ഹു, ഇവിടെ ഫാ ഇല്ലാതെ ജസ്മായിട്ട്, ഇവിടെ ഫാഓട് കൂടെ നസ്ബായിട്ട്. ഹൽ ഇൻദക മാഉൻ ഫഅശ്റബു. അല്ലാഹുമ്മർസുഖ്നി ഖൈറൻ അഷ്കുർ ലക, ഫാ ഇല്ലല്ലോ, ഫഅഷ്കുർ. അല്ലാഹുമ്മർസുഖ്നി ഖൈറൻ ഫഅഷ്കുറ ലക. ജഹദ് മാ അൻത ബിആലിമിൻ നതഅല്ലം മിൻക, മാ അൻത ബിആലിമിൻ ഫനതഅല്ലമ മിൻക. തമന്നി ലൈതക ഇൻദനാ നഫ്റഹ് ബിക, ലൈതക ഇൻദനാ ഫനഫറഹ ബിക. അലാ തൻസിൽ ബിനാ നുക്രിംക, അലാ തൻസിൽ ബിനാ ഫനുക്രിമക. അത്തഹ്ലീലു അല്ലാ തഖൂമു അഖും, അല്ലാ തഖൂമു ഫഅഖൂമ. ക്ലിയറല്ലേ? ക്ലിയറല്ലേ? എവിടെ ജുമാന? യെസ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഈ ഭാഗം. ഇത് നോക്കണേ, ഒരു കഥയാണ്. ആ കഥയിൽ ഈ പറയപ്പെട്ട പദങ്ങൾ ചേർത്ത് കൊടുത്ത് അത് പൂരിപ്പിക്കാനാണ്. അക്കുൻ, അത്തനാവൽ ഹുമ, അത് രണ്ടിനെയും ഞാൻ ഭക്ഷിക്കും. അക്കുൻ എന്ന് പറഞ്ഞാൽ ഞാനാകും. അത്തനാവൽ ഹുമ എന്ന് പറഞ്ഞാൽ അത് രണ്ടിനെയും ഞാൻ ഭക്ഷിക്കും. യഅ്കുൽ ഹുമ, അവൻ അത് രണ്ടിനെയും ഭക്ഷിക്കും. ലം യബ്ഖ, ബാക്കിയായിട്ടില്ല. യദ്ഹബ്, പോകും. യറ, കാണും. ഈ പദങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് പൂരിപ്പിക്കാനാണ്. റആ ഹിമാറുൻ, ഒരു കഴുത കണ്ടു. ഒരു കഴുത കണ്ടു. അലഫൻ
വ മാഅൻ, പുല്ലിനെയും വെള്ളത്തിനെയും കണ്ടു. കണ്ടോ? ഒരു പുല്ലിനെയും വെള്ളത്തിനെയും ഒരു കഴുത കണ്ടു. ഫഫക്കറ, അവൻ ചിന്തിച്ചു, അവൻ ആലോചിച്ചു. ഇൻ അഷ്റബിൽ മാ, ഇൻ അഷ്റബിൽ മാ കേട്ടോ, ഇൻ അഷ്റബ് എന്നുണ്ടാകുക കേട്ടോ. അത് നമ്മൾ പറഞ്ഞിരിക്കണു ജസ്മിൻ്റെ എന്നാലും ചിലപ്പോൾ രണ്ട് സുക്കൂൻ അടുപ്പിച്ച് വരുമ്പോൾ രക്ഷപ്പെടാൻ കെസർ കൊടുത്താണ്. ഇൻ അഷ്റബി, ഞാൻ കുടിച്ചാൽ, അൽ മാ, വെള്ളത്തിന് ഞാൻ കുടിച്ചാൽ, ഡാഷ് അൽ ജൂ, വിശപ്പ്, ഡാഷ്, വിശപ്പ് എന്താവും? വെള്ളം കുടിച്ചാൽ വിശപ്പ്, വിശപ്പ് പോകുമോ വെള്ളം കുടിച്ചാൽ? ഏതാ വരിക? വെള്ളം കുടിച്ചാൽ വിശപ്പുണ്ട് ദാഹമുണ്ട്. അപ്പോൾ വെള്ളം ഓൻ ചിന്തിക്കാണ്, കഴുത ചിന്തിക്കാണ്. കഴുത സാധാരണ ചിന്തിക്കലില്ല, ഇതിലൊക്കെ കഴുത ചിന്തിച്ചു. എന്തേ? ഞാൻ വെള്ളം കുടിച്ചാൽ വിശപ്പ് എങ്ങനെ മാറുക? വിശപ്പ് മാറുമോ? പറ. ലം ലമ്മെന്ന് മാത്രം വരല്ലോ, ഇതിന്ന് ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന്. യെസ്, അതാരാ പറഞ്ഞേ? ഫായിസ? ആ അതെ, യബ്ക്കാന്നാണ് കേട്ടാ, ബാക്കിയാകുന്നു. യബ്ക, ബഖിയ യബ്കാന്ന മുദാരിഅ ഫീല്. ജസ്മി ഇതപ്പോൾ അവസാനം കളഞ്ഞു. യബ്ക, യബ്കൽ ജൂ, വിശപ്പ് ബാക്കിയാവും. വെള്ളം കുടിച്ചാൽ വിശപ്പ് ബാക്കിയാവും. വെള്ളം കുടിച്ചാൽ എന്താവും? വിശപ്പ് ബാക്കിയാവും. അപ്പൊ ഇത് കഴിഞ്ഞു. അത് സെലക്ട് ചെയ്തു കേട്ടോ. അടുത്ത് മത്ത ആക്കുലിൽ അലഫ, ഞാൻ പുല്ല് തിന്നാലോ, ഡാഷ് അത്ഷാന, ദാഹിക്കുന്നവനാകും. ഏത് വരും? ഞാനാകും അത്ഷാന, ദാഹമുള്ളവനാകും. പുല്ല് മാത്രം തിന്നുകയാണെങ്കിൽ ദാഹം ഉണ്ടാവും. ഏത് വരും? അക്കുൻ, ക്ലിയർ. അക്കുൻ, ഞാൻ എന്താവും? ദാഹിക്കുന്നവനാകും. രണ്ടെണ്ണായി. ഫ ഡാഷ് യതനാവൽഹുമ, രണ്ടിനെയും അവൻ തിന്നില്ല. അവിടെ ലം. യെസ്, ലം. ഫബദഅ യുഫക്കിർ, അവൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. ഇദ്മാ തനാവൽതുഹുമാ മഅൻ, ഞാൻ രണ്ടിനെയും ഒപ്പം തിന്നാൽ, രണ്ടിനെയും ഒപ്പം തിന്നു, അല്ല ഒപ്പം തിന്നാന്നല്ല, ഒപ്പം കഴിച്ചു. വെള്ളം കുടിക്കുകയും പുല്ല് ഭക്ഷിക്കുകയും ഒപ്പം ചെയ്താൽ ഡാഷ് അൽ ജൂ വൽ അത്ഷു മഅൻ, ഒപ്പം ദാഹവും വിശപ്പും. യദ്ഹബ്, യെസ്, ഓക്കെ അല്ലേ? മനസ്സിലാണല്ലേ കാശിഫ? യദ്ഹബ് നട്ടാ ജവാബല്ലേ, ജവാബ് ജസ്മ് ചെയ്യല്ലോ. യദ്ഹബ് അൽ ജൂഉ വൽ അത്ഷു മഅൻ, രണ്ടും പാടെ ഒപ്പം തിന്നിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടും ഒപ്പം പോകുമല്ലോ. വളരെ ബുദ്ധിമാനാണ് കഴുത. രണ്ടും പാടെ ഒപ്പം എങ്ങനെ തിന്ന്? ലാക്കിൻ, പക്ഷേ ഓൻ ചിന്തിക്കാണ്, കൈഫ അത്തനാവലുഹുമ, രണ്ടിനും ഒപ്പം എങ്ങനെ തിന്നുക? ഒന്നിലേക്ക് ആദ്യം വെള്ളം കുടിക്കണം, എന്നിട്ട് പുല്ല് തിന്നണം, അല്ലെങ്കിൽ ആദ്യം പുല്ല് തിന്നണം എന്നിട്ട് വെള്ളം കുടിക്കണം. കൈഫമാ ഡാഷ്, കൈഫമാ ഡാഷ് യസ്ബക് അഹദുഹുമ, ഏത് വരും? എങ്ങനെ ഞാൻ തിന്നാലും ഒന്ന് മുന്തിപ്പോവും, ഒന്ന് ആദ്യം സംഭവിക്കും. ഏത് വരിക? കൈഫമാ
അല്ല, ഐഫമ യഅ്കുൽ ഹുമ എന്നാണോ? ആ ഇത് ഈ സാധനം അത്തനാവൽ ഹുമ. ഞാൻ എങ്ങനെ രണ്ടിനെ തിന്നാലും ഏതെങ്കിലും ഒന്ന് ആദ്യം വരും. രണ്ടൊപ്പം തിന്നാൻ കഴിയില്ലല്ലോ. എനിക്ക് വെള്ളം കുടിച്ചാൽ അതാദ്യം സംഭവിക്കും, പുല്ല് തിന്നാൽ അതാദ്യം സംഭവിക്കും. യസ്ബക് അഹദുഹുമ, രണ്ടാലൊന്നും മുന്തും. വഹൈസുമ അത്തുറുക് ഹുമ, ഞാൻ രണ്ടിനെയും ഉപേക്ഷിച്ചാൽ, രണ്ടിനെ ഞാൻ ഉപേക്ഷിക്കുകയാണ്, രണ്ടും തിന്നാതിരുന്നാൽ ഡാഷ് ഹിമാറു നാഹുറു, മറ്റൊരു ഹിമാറ് ആ യഅ്കുൽ ഹുമ, അതാ ഇവിടെ വരിക കേട്ടാ. അപ്പൊ ഇവൻ ആലോചിച്ചാണ് എന്ത്, ഞാൻ രണ്ടിനെയും തിന്നില്ലെങ്കിലോ, രണ്ടിനെയും തിന്നില്ലെങ്കിൽ വേറെ ഹിമാർ അത് തിന്നുകയും ചെയ്യും, വേറൊരു ഹിമാർ തിന്നും. ആ ഫനഹക്ക, അങ്ങനെ അവന് കരഞ്ഞു. കഴുതൻ്റെ ഒരു കരച്ചിലുണ്ട്, ഇങ്ങനെ ഒരു കഴുതൊക്കെ ഒരു കരച്ചിലില്ലേ, അത് കരഞ്ഞു. ലാ, ഇനിയിപ്പോൾ ഏതാളുള്ളത് ബാക്കിയില്ലേ? ലായറൽ ഹിമാറു അലഫൻ വമാ അൻ മഅൻ. അപ്പോൾ ഹിമാറ് അലഫും മാവും ഒരുമിച്ച് എന്താവൂല, കാണൂല. അപ്പൊ ശരിക്ക് എന്ത് ചെയ്തു, ഒരു ഇവനിക്ക് എന്തെങ്കിലും തിന്നാൽ മതി. അതുകൊണ്ടാണ് ഇപ്പൊ അത് കഴുതയായത്. വെറുതെ കഴുതയാവുമല്ലോ. കഴുത എന്തുകൊണ്ട് കഴുതയായി? കഴുതക്ക് ആ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. യെസ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, നമ്മളങ്ങനെ റെഡിയാക്കി. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ തെറ്റ് തിരുത്താനാട്ടോ, അടിയിൽ വരച്ച ചില പദങ്ങളുണ്ട്, ആ പദത്തിൽ തെറ്റുണ്ട്, ഇഅ്റാബിൽ തെറ്റുണ്ട്, അത് തിരുത്താനാണ്. ഹാദാ ഫഖീറുൻ, ഹാദാ ഫഖീറുൻ, ഇവൻ ഒരു ഫഖീറാണ്, ഇവനൊരു ഫഖീറാണ്. ഇൻ തറാഹു, നീ അവനെ കണ്ടാൽ തളുന്നുഹു ഗനിയൻ, നീ അവനെ ധനികനായി മനസ്സിലാക്കും. ഞാൻ വിളിക്കാം, കുറച്ചുകൂടി വിളിക്കാം ക്ലാസ്സിലാണ്. അപ്പോ നീ അവനെ കണ്ടാൽ നീ അവനെ ധനികനായി മനസ്സിലാക്കും. ഇദ്മാ തദുനു മിൻഹു യബ്ദു ലക ഹാലുഹു, അവൻ്റെ അടുത്തേക്ക് നീ പോയാൽ നിനക്ക് അവൻ്റെ അവസ്ഥ മനസ്സിലാവും. അവനുണ്ടാവില്ല, കണ്ടാൽ ധനികനാണ് തോന്നും, പൈസക്കാരനാണ് തോന്നും, പക്ഷെ അടുത്തിടപഴകുമ്പോൾ, അടുത്തപ്പോഴാണോ നീ ഇടപഴകുന്നത്, അപ്പോൾ നിനക്ക് മനസ്സിലാവും, അവൻ്റെ അവസ്ഥ മനസ്സിലാവും. ലമ്മാ യദൂഖുൽ ലദീദ, അവൻ രുചികരമായ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല, രുചിച്ചിട്ടില്ല. വലം യകൂനു ശബആന, അവൻ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ടില്ല. മയ്യർമീഹി ബിൽ കദിബി ലം തുബാലി ബിഹി, ആരെങ്കിലും ഓനോട് കള്ളം പറഞ്ഞ് ആരോപണം നടത്തിയാൽ ഓനത് പരിഗണിക്കുകയില്ല. മതാ തതകല്ലമു ഫീഹി, അവൻ്റെ വിഷയത്തിൽ നീ സംസാരിച്ചാൽ ഫതസുൻ ലിസാനക, നീ അവൻ്റെ നാവിനെ സൂക്ഷിക്കണം. 41. അപ്പോൾ ഇവിടെ കുറേ തെറ്റുണ്ട്. ജസ്മ ചെയ്യുന്നോടത്ത് ജസ്മായിട്ട് വന്നിക്കണോ, അത് ഒന്നുകൂടി ആ സഞ്ചാനൊക്കെ എത്തുമ്പോഴാണ് ഒന്നുകൂടി ക്ലിയർ ആകുന്നത്. ഒന്ന് പറഞ്ഞു നോക്കി, ചിലത് പെട്ടെന്ന് കിട്ടും. ഏതെങ്കിലും ഈ അടിവരട്ട് ഏതെങ്കിലും തെറ്റുള്ളത് തിരുത്താൻ കഴിയുമോ ഒന്ന് നോക്ക്. എവിടെ? ഇത് തിരുത്തിക്കൂടെ? തസുൻ. ഇത് എന്താ പ്രശ്നം? ഇവിടെ എന്താ തെറ്റ്? ഏത്? വെരി ഗുഡ്. വന്നുകൊണ്ട് നസ്ബ ചെയ്യണം. അപ്പോൾ ഫതസുൻ എന്നത് ഫതസൂന എന്നാ വരിക. ഫതസൂന, വാവപ്പം മടങ്ങി വരും കേട്ടോ. സാന യസൂനു എന്നാണ്. അപ്പോൾ ഇൽത്തിക്കാവുസാക്കി രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടിയതുകൊണ്ടാണ് വാവ് പോയിരുന്നത്.
ഇപ്പോൾ നെസ്ബാവുന്ന സമയത്ത് രണ്ട് സുക്കൂനില്ലല്ലോ, രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടുന്നില്ല. അപ്പം പിന്നെ മടങ്ങി വരും. ഇപ്പോൾ തസൂന എന്ന് വരും. പിന്നെ വേറെ എവിടെ? വേറെ ഇപ്പം ഇത് നിങ്ങൾക്ക് പറയാം. ഈ കോളം വലം യക്കൂനു എന്നുള്ളത് ജസ്മ വരുമ്പോൾ എങ്ങനെ വരിക? ജുമാന ലം യക്കുൻ. യെസ്, ലം യക്കുൻ എന്നാ വരാ. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് അല്ലേ അവിടെ. പിന്നെയും നിങ്ങൾക്ക് പറയട്ടോ, ഇതില് ഇതാ മത്താ തത്തക്കല്ലമു, ഇതെങ്ങനെ വരും ജസ്മ വരുമ്പോ? തത്തക്കല്ലമു തത്തക്കല്ലമു എന്നാ വരിക ജസ്മ വരുമ്പോ. മീമിനക്ക് ലമ്മ വരിക. മത്താ തത്തക്കല്ലം. യെസ്, ഇത് മൂന്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ച അനുസരിച്ച് വരുന്നത്. ഇനിയിപ്പോ ഇവിടെയൊക്കെ ജസ്മ ഇൻ തറാഹു എന്നുള്ളടത്ത് ഇൻ തറഹു എന്ന് പറയാം കേട്ടോ. അവിടുത്തെ അവസാനത്തെ അലിഫ് കളയും. അലം തറ കൈഫ എന്നല്ല നമ്മൾ പറഞ്ഞു. അലം തറ കൈഫ്, അലം തറ കൈഫ എന്നല്ലോ ജസ്മ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവസാനത്ത് കളയും. അലം തറ. ഇൻ തറഹു തലുന്നു എന്നുള്ളടത്ത് തലുന്ന എന്നാ പറയാം. തലുന്ന ജവാബിൽ ജസ്മ ചെയ്യുമ്പോൾ ഈ അവസാനം ശബ്ദമുള്ളത് ജസ്മ ചെയ്യുമ്പോൾ തലുന്ന എന്നാ പറയാം. ഇതുമാ തതുനു എന്നുള്ളതിന്റെ വാവ് പോകും. ഇല്ലത്തിന്റെ അക്ഷരം തതുനു എന്നുള്ള തതുനു ആവും. യബുദു എന്നുള്ളടത്തും വാവ് പോകും. യബുദു എന്നാവും. ലമ്മ യദൂഖു അല്ലല്ല, അത് ജസ്മിന്റെ അവസരത്തിൽ അവസാനം ശബ്ദമുള്ളത് ഫത്ഹ വരിക. ജസ്മിന്റെ അവസരം വന്നിട്ട് അത് ശരിയാണ്. ജസ്മിന്റെ അവസരം ഒരേപോലെ വരിക. കാരണം അത് എന്താണ്, അല്ലാതെ എന്താ കൊടുക്കുക നമ്മള്? തലുന്നിന് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ രണ്ട് സുക്കൂനാവും. തലുന്നു എന്നും പറയാൻ പറ്റൂല. തലുന്നാനെ ആക്കുക. അത് നമ്മള് സെൻജാനിൽ പറയും. അതിന് മുലാഫായ ഫീൽ എന്ന് പറയും. മുലാഫായ ഫീലിനിക്ക് ജസ്മ ചെയ്യുമ്പോൾ തലുന്ന, തമുദ്ദ, യമുദ്ദ, ലം യമുദ്ദ എന്ന് പറയാം. ഇനി ഇവിടെ ലമ്മ യദൂക്കു, ലമ്മ ജസ്മീനാണ്. യദൂക്കു എന്നുള്ളത് യദുക്ക് എന്ന് പറയാം. യദുക്ക് വാവ് കളയും. യക്കൂന് എന്നുള്ളതിൽ നമ്മൾ വാവ് കളഞ്ഞില്ല. അതേപോലെ ലമ്മ യദുക്ക്. മൈ യർമീഹി, യർമിഹി എന്ന് പറയാം കേട്ടോ. അവസാനം യാ കളയും. ലം തുബാലി എന്നുള്ളടത്ത് ലം തുബാലി എന്ന് പറയും. യാ കളയും. ഇങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങൾ. പക്ഷേ അത് വിശദമായിട്ട് വരും. പൊതുവെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. വാവ് അവസാനം വരുമ്പോൾ ജസ്മിൻ്റെ അവസരത്തിൽ കളയും. യാവും കളയും, അലിഫും കളയും. ജസ്മിൻ്റെ അവസരത്തിൽ കളയും. ജസ്മിൻ്റെ അവസരം എപ്പോഴും സുക്കൂന് കൊണ്ടല്ല. ജസ്മ അസലാണ് സുക്കൂന് കൊണ്ട് ജസ്മ. ചില സമയത്ത് നൂന്ന കളയിൽ കൊണ്ടായിരിക്കും ജസ്മ, ചില സമയത്ത് ഫത്ഹയിൽ കൊണ്ടായിരിക്കും ജസ്മ, ചില സമയത്ത് ഇങ്ങനെ അവസാനത്തെ കളയിൽ കൊണ്ടായിരിക്കും ജസ്മ. ഇങ്ങനെയൊക്കെ വ്യത്യാസം വരും. ക്ലിയർ അല്ലേ? കാശിഫ, ഫൈസ, ജുമാന, യെസ്, ഒന്ന് നോക്കി. സംശയം ഉണ്ടെങ്കിൽ പറയാം.